നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിയമലംഘനങ്ങളിൽ ഏർപ്പെടുന്നവർക്കുമേൽ കടുത്ത ശിക്ഷകൾ ചുമത്തുന്ന ഗൾഫ് രാഷ്ട്രമാണ് സൗദി അറേബ്യ. രാജ്യത്ത് നിയമലംഘകരായ പ്രവാസികളെ പിടികൂടാനായി പരിശോധനകൾ കടുപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അധികൃതർ തയ്യാറല്ല. കടുത്ത നടപടികൾ തുടരാൻ തന്നെയാണ് സൗദിയുടെ തീരുമാനം. ഓരോ ആഴ്ചയും പിടിയിലാകുന്നവരെ സംബന്ധിച്ച കണക്കുകളും അധികൃതർ പുറത്തുവിടാറുണ്ട്. എന്നാൽ 13,000-ഓളം പ്രവാസികളെയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ സൗദിയിൽ നിന്ന് നാടുകടത്തിയത്. വിവിധ നിയമലംഘനങ്ങൾക്ക് പിടികൂടിയവരെയാണ് ഇത്തരത്തിൽ സൗദി ആഭ്യന്തര മന്ത്രാലയം പിടികൂടി നാടുകടത്തിയത്. ഇനിയും നടപടികൾ കാത്ത് സൗദിയിലെ നാടുകടത്തൽ കേന്ദ്രങ്ങളിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി പ്രവാസികളാണ് കഴിയുന്നത്. ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഏകദേശം 21,000-ഓളം പ്രവാസികൾ ഇനിയും നാടുകടത്തപ്പെടുന്നതും കാത്ത് കഴിയുന്നു. വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ അടുത്ത കാലത്തായി സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടികൂടപ്പെട്ടവരാണ് ഇവരിൽ ഭൂരിപക്ഷവും. ഫെബ്രുവരി 9 മുതൽ 15 വരെയുള്ള ഒരാഴ്ചക്കിടയിലാണ് 12,728 പേർ നാടുകടത്തപ്പെട്ടത്. 18,589 പുരുഷന്മാരും 2,345 സ്ത്രീകളും ഉൾപ്പെടെ 20,934 പേർ താൽക്കാലിക കേന്ദ്രങ്ങളിൽ നാടുകടത്തലും പ്രതീക്ഷിച്ച് കഴിയുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ആഴ്ച നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ അറസ്റ്റുകളെക്കുറിച്ചും തുടർ നടപടികളെക്കുറിച്ചും സൗദി ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ മാത്രം 16,860 പ്രവാസികൾ അറസ്റ്റിലായതായും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. താമസ വിസ, തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി വിവിധ സുരക്ഷാ ഏജൻസികൾ നടത്തിയ തിരച്ചിലിലാണ് ഇത്രയും പേർ പിടിയിലായത്. താമസ നിയമങ്ങൾ അഥവാ റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ച് സൗദിയിൽ താമസിച്ചതിനാണ് കഴിഞ്ഞ ആഴ്ച നടത്തിയ പരിശോധനകളിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ പിടിയിലായതെന്നാണ് ആഭ്യന്തര മന്ത്രാലയം പറയുന്നത്. 9,713 പേരാണ് ഇത്തരം നിയമലംഘനങ്ങൾക്ക് അറസ്റ്റിലായത്. ഇതുകൂടാതെ 4,029 പേർ അതിർത്തി രക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനും 3,118 പേർ തൊഴിൽ നിയമലംഘനങ്ങൾക്കും പിടിയിലായി. വിസ കാലാവധി അവസാനിച്ച ശേഷം അത് പുതുക്കുകയോ മറ്റൊരു തൊഴിലിലേക്ക് മാറുകയോ ചെയ്യാതെ രാജ്യത്ത് തുടരുക, വിവിധ കേസുകളിൽ അകപ്പെടുക, തൊഴിൽ വിസകളല്ലാതെ ടൂറിസ്റ്റ്, വിസിറ്റ്, തീർത്ഥാടന വിസകളിൽ വന്ന നിശ്ചിത കാലാവധിക്ക് ശേഷം തിരികെ പോവാതെ രാജ്യത്ത് തുടരുക, യഥാർത്ഥ തൊഴിലുടമയുടെ കീഴിലല്ലാതെ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുക, വിസയിൽ പറഞ്ഞതല്ലാതെ ജോലിയിൽ ഏർപ്പെടുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്കാണ് ഇത്രയും പേർ പിടിയിലായത് എന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.